ഭാസ്കർ. അല്ല മഞ്ജുഷ്, ഇതില് നന്ദകുമാറായിട്ടൊരു തെറ്റിദ്ധാരണ വരുന്നു. ഞാന് ഒന്നാമതായി സപ്തരശ്മി കൊലപാതകം ചെയ്യപ്പെട്ടത് അതൊരു ഫാസിസ്റ്റ് നീക്കമാണെന്നുള്ളതാണ്. ഏതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ നടത്തുന്ന കടന്നാക്രമണങ്ങളെ ഫാസിസ്റ്റ് നീക്കമായി തന്നെയാണ് കരുതുന്നത്. അത് കോൺഗ്രസ് എന്നോ സംഘപരിവാർ എന്നോ വ്യത്യാസമില്ല എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ 15 കൊല്ലമായി ഇന്ത്യയിലൊട്ടാകെ ഇടതുപക്ഷം കൂടി ചേർക്കേണ്ടി വരും. അങ്ങനല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേക്ക് പറയാൻ കഴിയുന്നത് ഇപ്പൊ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ TP 52 വെട്ട് എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചും ഒക്കെ തന്നെ സിനിമയുടെ ഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷെ ആ സിനിമയെ ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്യുന്നതിനോ ആ സിനിമയെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അതൊരു കലാമൂല്യമുള്ള സിനിമകളാണെങ്കിൽ നിശ്ചയമായും ജനങ്ങൾ ഏറ്റെടുക്കും. എമ്പുരാൻ പോലുള്ള ഒരു സാധാരണ കലാമൂല്യമുള്ള സിനിമ, ജനങ്ങളെ എല്ലാ അർത്ഥത്തിലും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ് എമ്പുരാൻ. അതിലെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്, ഞാൻ ഇപ്പൊ ഒരു പക്ഷേ അതിലെ ചില നേതാക്കന്മാരെ സാമ്യം തോന്നുന്ന തരത്തിൽ കേരളത്തിൽ ജീവിച്ചിരുന്നവരോ മൺമറഞ്ഞു പോയിട്ടുള്ളവരോ ആയിട്ടുള്ള ചില നേതാക്കന്മാരുടെയൊക്കെ രൂപവും ഭാവവും അതല്ലെങ്കിൽ അവരുടെ ജസ്റ്ററുകളും ഒക്കെ തന്നെ ഒരുപക്ഷെ ചില നേതാക്കന്മാരെയൊക്കെ നമുക്ക് സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ആ സിനിമയിലുണ്ട്. അതുകൊണ്ട് അവർ പറയുകയാണ്, ഞാൻ ഉദാഹരണത്തിന് കോടിയ കട്ടവന്റെ തലയിൽ പപ്പും പൂടയും പറ്റിയിരിക്കുന്നു എന്ന അവസ്ഥയിലാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും സംഘപരിവാർ പ്രവർത്തകരെന്നുള്ളതാണ് വസ്തുത. കാരണം ഗോദ്ര കലാപത്തെ സംബന്ധിച്ച്, ഗോദ്ര കലാപം തുടങ്ങിയതിനു ശേഷം അത് മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി രാകേഷ് സക്സേന എന്ന് പറയുന്ന അന്നത്തെ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന രാകേഷ് സക്സേനയുടെ നേതൃത്വത്തിൽ വളരെ തീവ്രമായ പ്രവർത്തനം നടത്തിയിരുന്നു എന്ന് RV ശ്രീകുമാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന പോലീസ് നേതാവിയായിരുന്ന RV ശ്രീകുമാറിന്റെ വെളിപ്പെടുത്തലുകളിൽ തന്നെ രാകേഷ് സക്സേനയുടെ പേര് പറയുന്നു. ഗോദ്ര കലാപത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗോദ്ര കലാപത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെ എന്നുള്ളത് സംശയം ജനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നാം ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോ ഒരു കലാപ്രവർത്തനം, ഒരു കലാസൃഷ്ടിയുടെ പേരിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളും ഇടപെടലുകളുമാണ് നടന്നത്. ഇവിടെ പൃഥ്വിരാജിന് തന്റെ ഇടമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. പൃഥ്വിരാജ് ഇന്ത്യയിൽ ജീവിക്കുക എന്ന് പറയുന്നത് അപകടം പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ശരി, നന്ദകുമാർ, പൃഥ്വിരാജിനെ പോലെയുള്ള ധൈര്യശാലിക്ക് പോലും പറ്റുന്നില്ല. കാരണം അവിടെ കൂടെയുള്ളവരിൽ നിന്ന് പോലും സമ്മർദ്ദം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇങ്ങനെ വഴങ്ങേണ്ടി വരുന്നു. അല്ല, അതിന് ഹസ്കറിനെ പോലെ ധൈര്യശാലിക്ക് പോലും ഇടതുപക്ഷത്ത് പ്രവർത്തിക്കാൻ പ്രശ്നം ഉണ്ടാവാം. കാരണം TP ചന്ദ്രശേഖരന്റെ അനുഭവമൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഏറ്റവും വലിയ ഫാസിസ്റ്റ് പ്രസ്ഥാനം ലോകത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമില്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കാരണം നമ്മളിപ്പോൾ EMSന്റെ കഥ അദ്ദേഹം നേരത്തെ പറഞ്ഞു. EMSന്റെ കഥ എടുത്തു നോക്കൂ. കേരളത്തിലെ ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള മനുഷ്യരാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഞാൻ ചരിത്രത്തിന്റെ പിൻബലത്തോടെ സംസാരിക്കുന്നത് 1957 മന്ത്രിസഭയുടെ കാലത്ത് മക്രോണി കഴിപ്പിച്ചതാണ് നിങ്ങൾ ജനങ്ങളെ കൊണ്ട്. 1967 ഇവരുടെ മന്ത്രിസഭയുടെ കാലത്ത് പോലീസ് സ്റ്റേഷനിൽ കൂടിയാണ് ചോളപ്പൊടി കൊടുപ്പിച്ചത്. EMS ജയിപ്പിച്ചതാണ്. ഈ തരം ഫാസിസ്റ്റ് നടപടികൾ ചെയ്തത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഹസ്കർ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ഈ തരത്തിൽ ഒരു സ്ഥലത്തും ഭാരതീയ ജനതാ പാർട്ടിയോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടില്ല. ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ് അത് പറയുന്നത്. ഇന്ത്യയിൽ അന്ന് ബംഗാൾ വിഭജനത്തെ തുടർന്ന് ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിലുണ്ടായ ക്ഷാമത്തെ കുറിച്ചും അരിയും ഗോതമ്പും പോലുള്ള സാധനത്തിന്റെ ദൗർലഭ്യത്തെ കുറിച്ചും അങ്ങേക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങ് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങ് അത് കണ്ടിട്ടും അങ്ങ് പറയാനുള്ള ധൈര്യം കാണിക്കാത്തത് കൊണ്ടാ. കാരണം EMSന്റെ കാലഘട്ടത്തിൽ സാധാരണ മനുഷ്യന് ഓളപ്പടിയും എത്തിച്ചു നൽകിയ തെറ്റാണെന്നാണോ അങ്ങ് പറയുന്നത്? ലഭിക്കാത്തത് അരി ലഭിക്കാതിരുന്ന കാലഘട്ടം അന്ന്. ഞാൻ 67 ഹസ്കറെ. അത് തന്നെ 67 നിങ്ങൾ കേരളത്തിലുള്ള എല്ലാ അന്ന് ഇന്ത്യയിൽ ഞാൻ ഭക്ഷ്യക്ഷാമത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. ഇന്ത്യയിൽ കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേരാണ് EMS. ആ പേരിട്ടാണ് അങ്ങ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നേതാവായിരിക്കുന്ന മാവോ സേതുങ് 4.5 കോടി ജനങ്ങളെയാണ് പട്ടിണിക്കിട്ട് കൊന്നത്. 4.5 കോടി ജനങ്ങളെയാണ് ചൈനയിൽ പട്ടിണിക്കിട്ട് കൊന്നത്. 1958 തുടങ്ങിയിട്ട് 61 വരെ. ആ ചരിത്രം ഹസ്കർ ആദ്യം പഠിച്ചു നോക്കൂ. അങ്ങ് ചരിത്രം അറിയാതെ എന്തൊക്കെയോ പുലഭ്യം പറയുന്നു എന്നുള്ള സങ്കടം. അങ്ങ് ചരിത്രം വായിക്കാതിന് എന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അങ്ങ് ചരിത്രം വായിക്കണം.
അങ്ങേപ്പോലൊരു മുതിർന്ന മനുഷ്യൻ ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായി ചരിത്രബോധമില്ലാതെ സംസാരിക്കരുത്. 4.5 കോടി ജനങ്ങളെ മാവോയിസ്റ്റ് പട്ടിണി കിട്ടു കൊന്നു എന്നൊക്കെ ഞാനീ പറഞ്ഞതിനകത്ത് ഒരു വരി തെറ്റുണ്ടെങ്കില് ചൈനയിലെ 4.5 കോടി ജനങ്ങളെ മാവോയിസ്റ്റും കൊന്നതിന്റെ കഥയടക്കം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരായിട്ട് നിയമപരമായിട്ട് നടപടിയെടുക്കാൻ ഞാൻ ബഹുമാനപ്പെട്ട വക്കീലിനോട് ഞാൻ ആവശ്യപ്പെടുന്നു. ഞാൻ ചരിത്രത്തിന്റെ പിൻബലത്തിലാണ് സംസാരിക്കുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിഷയം മാറിപ്പോവുകയാണ്. താങ്കൾ ഈ വിഷയത്തിലേക്ക് വരിക. ഇപ്പോൾ ഇത് രണ്ട് കാര്യമേ ഉള്ളൂ. ഈ ഭീഷണിപ്പെടുത്തിയാണോ ഈ പിന്മാറ്റം, അതോ സ്വയം പിന്മാറിയതാണോ? അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഭീഷണി ഉണ്ടായി, ബഹിഷ്കരണ ഭീഷണിയുടെ വക്കോളം എത്തി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഈ മാറ്റങ്ങൾ വരുത്തുന്നു. അപ്പോൾ ഇനി പുറത്തിറങ്ങാൻ പോകുന്നത് എമ്പുരാൻ 17 വെട്ട് എന്നുള്ള സിനിമയാണ്. അല്ല, അതിനകത്ത് ഏതൊരു സിനിമാ നിർമ്മാതാവിന്റെ സിനിമാ സംവിധായകന്റെ ലക്ഷ്യം സിനിമ പരമാവധി ആളുകൾ കാണുക എന്നുള്ളതാണ്. അത് ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സമയത്ത് സ്വാഭാവിക രീതിയിൽ മാറ്റങ്ങൾ വരുത്തും. ആ മാറ്റങ്ങൾക്ക് വേണ്ടി അവർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അത് പൃഥ്വിരാജ് ചെയ്തു, അത് ഗോകുലം ഗോപാലൻ ചെയ്തു. അതിന് നമ്മൾ വേറെ ആരും ഉത്തരവാദി? ജനങ്ങൾക്കിത് പറയാനുള്ള അവകാശമുണ്ട്. അവർ സിനിമ കാണില്ല തീരുമാനിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ മാതിരി കോടിക്കണക്കിന് റുപ്യ മുടക്കിയിട്ടുള്ള ആളുകൾക്ക് അവർക്കൊരു വേദന ഉണ്ടാവില്ലേ മഞ്ജുഷേ? ഈ പറയുന്ന 10, 500, 600 കോടി കിട്ടിയാൽ മാത്രമാണ് ഇദ്ദേഹത്തിന് മുടക്കിയിട്ടുള്ള പണം കിട്ടുക. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ കുറിക്കമ്പനി അടച്ചുപൂട്ടുന്നതിന്റെ സ്ഥിതിയിലാണ് വരിക. ഒരു വലിയ ദയനീയമാണ്. കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ അടപ്പിച്ചു കഴിഞ്ഞു. വ്യവസായ സ്ഥാപനങ്ങള്, കാർഷിക സ്ഥാപനങ്ങള്. ഇനി അവശേഷിക്കുന്നത് ഈ പറയുന്ന ഇദ്ദേഹത്തിനെ പോലെ ആളുകൾ, ചില കുറിക്കമ്പനികൾ, ചില സ്ഥാപനങ്ങളാണ്. അതുപോലും അടച്ചുപോകുന്ന സാഹചര്യം വരും. ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഗോകുലം ഗോപാലിനെ പോലൊരാള് ഈ തരം ഒരു നിർദ്ദേശം വച്ചിട്ടുണ്ട്. അത് പൃഥ്വിരാജിന് അത് ഏറ്റവും പ്രാവർത്തികമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം നടപ്പിലാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി